ടിങ്കിൾ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഫ്ലോക്സ് വിഭാഗത്തിലെ സ്റ്റാർ ഫ്ലോക്സ് ആണ് ഇട്ടത്. ഞാൻ അതിൻ്റെ വിത്തിടുന്നതൊക്കെ 100% മുളച്ചു എന്ന് പറഞ്ഞൊക്കെ ഞാൻ എൻ്റെ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. മാത്രമല്ല സാധാരണ ഫ്ലോക്സിൻ്റെ വീഡിയോയും എൻ്റെ അടുത്ത് പൂവുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇട്ടിരുന്നു. ഇത് ആ സ്റ്റാർ ഫ്ലോക്സ് ആണ് കേട്ടോ. കണ്ടല്ലോ എന്ത് മനോഹരമാണെന്നറിയോ, 1000 കുഞ്ഞു നക്ഷത്രങ്ങളെ പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ആകൃതി തന്നെയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. നല്ല വർണ്ണ പകിട്ടാർന്ന വെള്ളയും പിന്നെ അത് കൂടാതെ മജന്തയൊക്കെ നല്ല കളറിലാണ് കേട്ടോ വിരിഞ്ഞിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാം, നിറഞ്ഞു പൂക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പെറ്റൂണിയേൻ്റെ പരിചരണം പോലും ഇത് വേണ്ടാന്നുള്ളതാണ്. കാരണം പെട്ടെന്നൊന്നും ഇതങ്ങോട്ട് നശിച്ചു പോകുന്നില്ല. അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ. പെറ്റൂണിയ പിന്നെയും കുറച്ചും കൂടി അധികം വെയിലും അധികം വെള്ളമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നൊരു ചെടിയാണ്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇതും പെറ്റൂണിയ പോലെ തന്നെയാണ്. കാരണം ഇത് സീസണൽ ഫ്ലവറാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വിത്ത് ഉണ്ടാവും. ഈ വിത്തൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ വിത്ത് നമ്മൾ ശേഖരിച്ച് വെക്കണം. എന്നിട്ട് രണ്ടാമത് പിന്നീട് നമുക്കത് പാകി മുളപ്പിക്കണം. കാരണം ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പാടെ നശിച്ചു പോകും. ഇനി ഇതിൻ്റെ കട്ടിങ്ങൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പരീക്ഷിച്ച് നോക്കുന്നേ ഉള്ളൂ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്. എൻ്റെ മുമ്പ് എൻ്റെ അടുത്തൊരു തൈ ഉണ്ടായിരുന്നു, ഞാൻ അന്നേരം അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പ്രാവശ്യം ഇനി ആ രീതിയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇനി ഒരുപാട് പൂക്കളിൽ വിരിയാനുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കളിൽ വിരിയാനുണ്ട് നിറച്ച്. ഇപ്പം തന്നെ ഇതിൽ കണ്ടിട്ടില്ലേ, കടും മജന്ത, പിങ്ക്, പിന്നെ അതിൽ തന്നെ 2 വിഭാഗം ഉണ്ട് കേട്ടോ. ടിങ്കിൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊന്ന് ഒരു സ്റ്റാർ, സാധാരണ ഒരു സ്റ്റാർ രൂപത്തിലുള്ളതും 2 തരം പൂക്കൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ സാധാ ഫ്ലോക്സ് വേറെ ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനിതിൽ താഴെ കൊടുത്തേക്കാം. അത് കയറി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. നല്ല മനോഹരമായ കളറിലുള്ളത്. ഇപ്പം അതിൻ്റെ സീസൺ കഴിഞ്ഞ് അതിൻ്റെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത് ഇടാൻ. അപ്പോഴത്തേക്കാണ് ഇതിന് ഈ പൂക്കൾ വിരിഞ്ഞിട്ട് ഇനി ഒരുപാട് ഇതിൽ വിരിയാനുണ്ട് കേട്ടോ. ഒരുപാട് തൈകളുണ്ട്. എനിക്കെല്ലാം മുളച്ച് കിട്ടിയെന്നുള്ളതാണ്. ഞാനിതിൻ്റെ ഓൺലൈൻ വഴി വാങ്ങിയതാണ്. അപ്പോൾ എല്ലാം മുളച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല വിത്തായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വിത്തായിരുന്നു. ഒന്നും പോയിട്ടില്ല. അത്ര സൂപ്പറായിട്ട് എല്ലാ തൈകളൊന്നും നമുക്ക് അങ്ങനെ മുളയ്ക്കാറില്ല. പലതും 75%, 60%, 80%. ഇതെനിക്ക് തോന്നുന്നത് ഏകദേശം 100% മുളച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും അത് മുളച്ച് കഴിഞ്ഞ ശേഷം പിന്നെ അതിൽ കരുത്ത് കുറഞ്ഞ ചെടികളോ ഏതെങ്കിലും പ്രതിരോധശേഷി കുറഞ്ഞ ചെടികളൊക്കെ പോയിട്ടുണ്ടാകാം. എന്നാലും ഇഷ്ടംപോലെ തൈകളുണ്ട് കേട്ടോ. ഇപ്പം എനിക്കൊരു 3-4 കളറ് കോമ്പിനേഷനിൽ ഇത് വിരിഞ്ഞിട്ടുണ്ട്. വെള്ള, പിന്നെ പോരാത്തതിന് മജന്ത, റോസ്, പിന്നെ വേറൊരു പർപ്പിൾ, അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ഒരു 3-4-5 കളറിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിമനോഹരമാണ്. മേടിച്ച് വേണമെങ്കിൽ വളർത്തിക്കോ. ഈ വേനൽക്കാലം വസന്തമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും.